കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവൻ അവതരിപ്പിക്കുന്ന ഡോക്യു ഡ്രാമ നവോദയം. കവിതകൾ ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, വയലാർ രാമവർമ്മ, ഗിരീഷ് പുലിയൂർ. അവതരണം കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവൻ, തിരുവനന്തപുരം. രചനാ സംവിധാനം സതീഷ് ജി നായർ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇതിന്റെ മലയാളം തോളോട് തോൾ ചേരും മലയാളമേ, നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ, കൂടപ്പിറപ്പെന്ന വരദാനമേ, ഉലകെങ്ങും പുകഴ് പെറ്റ ഒരു നാമമേ, അവരന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരു മതം മണ്ണെന്റെ മലയാളമേ. ഇതെന്റെ മലയാളം, ഇതെന്റെ അടയാളം. ഇത് കേരളം. ഒത്തൊരുമയോടെ ഏതൊരു ദുരിതത്തെയും അതിജീവിക്കാൻ സജ്ജമായ മലയാള നാട്. വളരെ കാലങ്ങൾക്ക് മുമ്പ് നവോത്ഥാനത്തിന്റെ രശ്മികൾ ഈ മണ്ണിൽ പതിക്കുന്നതിന് മുമ്പ് അസമത്വത്തിന്റെ, വിവേചനത്തിന്റെ, അവകാശ ലംഘനങ്ങളുടെ കറുത്ത നാളുകളിലൂടെ സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു. ആ കാലത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇങ്ങനെ വിശേഷിപ്പിച്ചു: ഇത് ഇരുണ്ട കാലം, ബ്ലാക്ക് ഏജ്. ഇത് മേലാളന്മാരുടെ കോടതി. ഇവിടെ ന്യായവും നീതിയും നിശ്ചയിക്കുന്നത് ഇവർ തന്നെയാണ്. തമ്പ്ര, ഈ ചാന്നാത്തി തമ്പ്രാട്ടിമാരെ പോലെ മേൽമുണ്ട് ധരിച്ചിരിക്കുന്നു. ഞാനും ഒരു സ്ത്രീയാണ്. നിങ്ങൾ തമ്പ്രാട്ടിമാരെ പോലെ മാറി മറയ്ക്കാനുള്ള അവകാശം
ഞങ്ങൾക്കുമുണ്ട്. ധിക്കാരി, മാറുമറച്ച് ഈ ചാണാത്തി പിടിച്ച് തലമുണ്ടനം ചെയ്ത് പുള്ളികുത്തി ചാട്ടവാറടിക്കുന്നു. സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന ആ പ്രാകൃത കാലത്തിൽ നിന്നും നാം ഈ പുതുയുഗ കാലത്തിലേക്ക് നടന്നു കയറിയത് ഒട്ടേറെ പ്രക്ഷോഭങ്ങളിലൂടെയും പ്രയാണങ്ങളിലൂടെയുമായിരുന്നു. അധികാരം ചൂഷണമായും ചൂഷണം അധികാരമായും നിലനിന്നിരുന്ന ആ കാലത്തിൽ നിന്നും ചിലർ ഉയർത്തെഴുന്നേറ്റു. അവർ സ്വപ്നം കണ്ടു അറിവിനെ, സ്വാതന്ത്ര്യത്തെ, സമത്വത്തെ. നവോത്ഥാനത്തിന്റെ പുതിയ സൂര്യോദയത്തിലേക്ക് കേരളം ഉണർന്നെഴുന്നേൽക്കുകയായിരുന്നു. അജ്ഞതയുടെ അന്ധകാരനാഴിയിൽ വീണുപോയ ജനതയ്ക്ക് മുന്നിൽ അറിവിന്റെ പ്രകാശ ഗോപുരം തീർത്ത മലയാളത്തിന്റെ മഹാഗുരു ശ്രീനാരായണ ഗുരു. വിഗ്രഹപ്രതിഷ്ഠ തങ്ങളുടെ മാത്രം അവകാശമാണെന്ന ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ അധികാര ഗർവിനെ തച്ചുടച്ചുകൊണ്ട് 1888 അരുവിപ്പുറത്ത് ഗുരു ശിവപ്രതിഷ്ഠ നടത്തി. അവനവൻ ആത്മസുഖത്തിൽ ആചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരേണം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് സർവമതസാരവും ഒന്ന് തന്നെ എന്ന് അദ്ദേഹം ലളിതമായി ലോക ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുത്തു. ശ്രീനാരായണ ഗുരു ഏതെങ്കിലും മതത്തിന്റെയോ ജാതിയുടെയോ വക്താവായിരുന്നില്ല. മാനവ സ്നേഹമായിരുന്നു ഗുരുവിന്റെ ദർശനങ്ങളുടെ അടിസ്ഥാനം. സ്നേഹമെന്നാൽ ഗുരുവിന് സമഭാവനയായിരുന്നു. ഈ സ്നേഹത്തെ ചരിത്രത്തിന്റെ അനുഭവത്തിൽ വ്യാഖ്യാനിക്കുകയായിരുന്നു അദ്ദേഹം. 1916 പ്രബുദ്ധ കേരളം എന്ന മാസികയിലൂടെ നമുക്ക് ജാതിയില്ല എന്ന ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാപനം ഒരു വിളംബരം പോലെ ശ്രീനാരായണ ഗുരു ലോകത്തെ അറിയിച്ചു. നമുക്ക് ജാതിയില്ല, ഒരു വിളംബരം. അദ്വൈതാശ്രമം, ആലുവ, 1091 ഇടവം 15. നാം ജാതി മതഭേദം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽപ്പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായി, അത് ഹേതുവാൽ പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണയ്ക്കിട വന്നിട്ടുണ്ടെന്നും നാം അറിയുന്നു. നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. വിശേഷിച്ചും നമ്മുടെ ശിഷ്യവർഗത്തിൽ നിന്നും മേൽപ്രകാരമുള്ളവർ മാത്രമേ നമ്മുടെ പിൻഗാമിയായി വരത്തക്ക വിധം ആലുവ അദ്വൈതാശ്രമത്തിൽ ശിഷ്യ സംഘത്തിൽ ചേർത്തിട്ടുള്ളൂ എന്നും മേലും ചേർക്കയുള്ളൂ എന്നും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നതാകുന്നു. ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധം ചെയ്തിരിക്കുന്നു എന്ന് ശ്രീനാരായണ ഗുരു. മതങ്ങൾക്കതീതമായി മനുഷ്യൻ, മതങ്ങൾക്കതീതമായി മനുഷ്യൻ, മറ്റാരുമീ മധുരാക്ഷരമന്ത്രം ചൊല്ലിയില്ലിന്നേ വരെ. മരണം മരണമെന്നെപ്പോഴും ഓർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിൽ ഞടുങ്ങ
നീങ്ങിപ്പോയി. മരണം മരണമെന്നെപ്പോഴും ഓർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിൽ ഞടുങ്ങിപ്പോയി. കർമ്മത്തിൽ നിന്നേ ധർമ്മചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ ആ ശിവഗിരിക്കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിന്റെ യജ്ഞമൊന്നാരംഭിച്ചു. കർമ്മത്തിൽ നിന്നേ ധർമ്മചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ ആ ശിവഗിരിക്കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിന്റെ യജ്ഞമൊന്നാരംഭിച്ചു. വിശ്വസൗഹാർദ്ദത്തിന്റെ യജ്ഞമൊന്നാരംഭിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രശസ്തരായ ശിഷ്യരിലൂടെ ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം പ്രചരിച്ചു. അവരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു മഹാകവി കുമാരനാശാൻ. സ്നേഹിക്കെ ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെ എന്ന് മലയാളികളെ പഠിപ്പിച്ച കുമാരനാശാൻ സാമൂഹിക ഉച്ചനീചത്വങ്ങളെ എതിർത്തുകൊണ്ട് കാവ്യങ്ങളിലൂടെ വിപ്ലവം തീർത്ത സ്നേഹ ഗായകനാണ്. ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരിതാശുനി ഓമലേ തരൂ. അയ്യോ, എന്താണിത്? അല്ലലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലെഴുമാരന്മാർ. പാടില്ല, ഞാൻ രക്തജാതിക്കാരിയാണ്. ഞാൻ തൊട്ട വെള്ളം അങ്ങേക്ക് കുടിക്കാൻ തരില്ല. ഗ്രാമത്തിന് പുറത്തു വസിക്കുന്ന ചാമർനായകന്റെ കിടാത്തിയാണ് ഞാൻ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർനാവു വരണ്ടഹോ. ഭീതി വേണ്ട തരികതനിക്കു നീ. ആയിരത്തി 1888 അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു തുടങ്ങിവെച്ച നവോത്ഥാന പ്രവർത്തനങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് വിപ്ലവത്തിന്റെ പടഹധ്വനി മുഴക്കി സവർണ മേധാവിത്വത്തിന്റെ ജാതീയതയുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് വെള്ളക്കാളകൾ വലിക്കുന്ന വില്ലുവണ്ടിയിൽ തലപ്പാവ് ധരിച്ച് നെഞ്ചു വിരിച്ച് ഒരു വിപ്ലവകാരി വന്നു, മഹാനായ അയ്യൻകാളി. അയ്യൻകാളി അമരൻ കാളി വിളഭൂമികളുടെ അധികാരി. അയ്യൻകാളി അമരൻ കാളി വിളഭൂമികളുടെ അധികാരി. ദുർനിയമങ്ങൾക്കെതിരാളി ജനസ്വാതന്ത്ര്യത്തിൻ പോരാടി. അജയ്യൻ കാളി അതിവൻ കാളി വില്ലുവണ്ടിയിലെഴുന്നള്ളി. തിരുവിതാംകൂർ രാജാവ് പൊതുനിരത്തുകൾ സർവ്വജനങ്ങൾക്കും തുറന്നു കൊടുക്കുന്നതുവരെ അയ്യങ്കാളി ഈ യാത്ര തുടർന്നു.
ജാതിയിലെ പഞ്ചമി എന്ന പെൺകുട്ടി അയ്യങ്കാളി ഊരൂട്ടമ്പലത്തിലെ വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ കൊണ്ടിരുത്തി എന്ന ഒറ്റ കാരണത്താൽ ജാതി ഭ്രാന്തന്മാർ ആ വിദ്യാലയം തീയിട്ട് നശിപ്പിച്ചു. ഞങ്ങളുടെ മക്കളെ അക്ഷരം പഠിപ്പിച്ചില്ലെങ്കിൽ ഈ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് മുളപ്പിക്കും ഞങ്ങൾ. കേരളം കണ്ട ആദ്യത്തെ പണിമുടക്കിന്റെ സമര പ്രഖ്യാപനമായിരുന്നു ഈ വാക്കുകൾ. 1.5 വർഷം പാടങ്ങൾ തരിശു നിരങ്ങളായി വരണ്ടു കിടന്നു. തൊഴിലാളി വർഗത്തിന് പലതും നഷ്ടപ്പെട്ട ആ പട്ടിണി സമരത്തിനൊടുവിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഉടമ്പടി അയ്യങ്കാളിയുമായി ഒപ്പുവയ്ക്കാൻ അധികാരികൾ നിർബന്ധിതരായി. അയ്യൻ കാളി അമരൻ കാളി വിളഭൂമികളുടെ അധികാരി. അയ്യൻ കാളി അമരൻ കാളി വിളഭൂമികളുടെ അധികാരി. തിരുവനന്തപുരം BJP ഹാളിൽ ചേർന്നിരുന്ന ശ്രീമൂലം പ്രജാസഭയിൽ 2.5 പതിറ്റാണ്ട് കാലം സാധാരണക്കാരുടെ ശബ്ദമായി അയ്യങ്കാളിയുടെ ശബ്ദം മുഴങ്ങിക്കേട്ടു. ഇന്ന് BJP ഹാൾ എന്ന പേരില്ല. നാം അതിനെ വിളിക്കുന്നു അയ്യങ്കാളി ഹാൾ. എത്രയെത്ര സഹനങ്ങളുടെയും പോരാട്ടങ്ങളുടെയും നാൾവഴികളിലൂടെയാണ് ഇന്ന് കാണുന്ന കേരളം രൂപപ്പെട്ടത്. വെള്ളപ്പൊക്കം, പ്രളയം, നിപ, COVID-19 എത്രയെത്ര ദുരിത കാലങ്ങളെയാണ് നാം അതിജീവിച്ചത്. നമ്മൾ തോളോട് തോൾ ചേരും അടയാളം എന്നും കൈത്താങ്ങും പുണ്യമൻ മലയാളം. എന്റെ മലയാളം ഇതെന്റെ അടയാളം, ഇതെന്റെ മലയാളം. ഈ കാലവും നമ്മൾ അതിജീവിക്കും. ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞുപോയ വയനാട്ടിലെ പ്രിയപ്പെട്ടവരെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് നവോത്ഥാനം കൊളുത്തിവെച്ച വെളിച്ചവുമായി വയനാടിന്റെ ഉണർവിനായി കേരള സർക്കാർ നടത്തിവരുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കുചേരാം. എന്റെ മലയാളം ഇതെന്റെ അടയാളം, ഇതെന്റെ മലയാളം. എന്റെ താളം തോളോട് തോൾ ചേരും മലയാളമേ, നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ, കൂടപ്പിറപ്പെന്ന വരദാനമേ, ഉലകെങ്ങും പുകഴ് പെറ്റ ഒരു നാമമേ, അവരന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണെന്റെ മലയാളമേ, ഇതെന്റെ മലയാളം, ഇതെന്റെ അടയാളം, എന്റെ മലയാളം, എന്നുയിരിന്റെ താളം, ഇതെന്റെ മലയാളം, എന്റെ അടയാളം.